ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. അതുപോലെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് അച്ചാർ വെളുത്തുള്ളിയാണ്. അതായത് ഒന്നിൻ്റെ വലിപ്പം ഇത്രച്ചയുണ്ട്. ഇത് ഞാൻ രണ്ടായിട്ടും മൂന്നായിട്ടും എല്ലാം പിളർന്ന വെളുത്തുള്ളിയാണ്. അപ്പോഴിത് ഈ വെളുത്തുള്ളി ഇന്ന് ഞാൻ എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്നുള്ളത് നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാ. ഞങ്ങൾക്ക് ഈ വെളുത്തുള്ളി അച്ചാർ ഇടുന്നതിന് എന്തൊക്കെയാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് എണ്ണ, നല്ലെണ്ണ, മുളക് പൊടി, ചതച്ച മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക്, വിനാഗിരി, പച്ചമുളക് നീളത്തിലരിഞ്ഞത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണണ്ടേ? നിങ്ങളെല്ലാവരും വയോ വാ. നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് പാത്രം വെക്കാം. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ എടുക്കാവുന്നതാണ്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അച്ചാറാണെങ്കിലും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കണം. അതുപോലെ പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ഇനി വേണ്ടത് കറിവേപ്പില, കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കറിവേപ്പിലയാണ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി വെള്ളം തിളപ്പിച്ച് ചൂടാക്കി ചൂട് ശകലം ഒന്ന് ആറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെളുത്തുള്ളി വെള്ളത്തിൽ ശകലം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതിലിട്ട് പിന്നെ ഒരു 5 മിനിറ്റോളം വെച്ചിട്ട് അതിനെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ച് വെളുത്തുള്ളിയാണിത്. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലെ ഓരോ വെളുത്തുള്ളിയുടെയും വലിപ്പം എല്ലാവരും ഇത് ഇനി നമുക്ക് ശകലം ഒന്ന് ചൂട് ഒന്ന് കൂട്ടി കൊടുക്കാം. വീണ്ടും ഞാൻ അതിനെ ചൂട് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ മുളക് പൊടി, ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി ഞാൻ അതിലിട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യമായത് ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ്. അതായത് 1.25 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂണ് ചതച്ച മുളകുമാണ്. ഇനി അതിലേക്ക് വേണ്ടത് ഉലുവാപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് കായം,
ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല കൂടിയ മുളക് വാങ്ങിച്ച് അതിൻ്റെ പൊടിച്ചതാണ്. ആ മുളകും നല്ല മുളക് വാങ്ങി ചതച്ചതുമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കാണാൻ നല്ല ഒരു കലയാണ്. ഇതൊന്ന് ശകലം വന്നതിൽ ഒന്ന് ചെറിയ ഒരു ചൂടിലൊന്ന് മങ്ങിക്കിടന്നോട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ വിനാഗിരി, പുളിപ്പിന് വേണ്ടി കുറച്ച് വിനാഗിരി, ഇനി അത് റെഡിയായി വരട്ടെ. നമ്മുടെ അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ 2ആയിട്ടും 3ആയിട്ടും പീസുകളാക്കിയതാണ് ഈ കാണുന്ന വലിപ്പത്തിലുള്ള വെളുത്തുള്ളി അച്ചാർ. ഇത് വേകാൻ പാടില്ല, കടിക്കുമ്പോൾ കിരികിരായിരിക്കണം, വെന്തുപോകാൻ പാടില്ല. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യേണ്ടത്. അതൊന്ന് രണ്ടാമത് ഇതുപോലെ ചാലിച്ച രീതിയിൽ കാണണം. ഒരുപാട് ലൂസാകാനും പാടില്ല. ഇത് ഇപ്പോഴും പാകമായിട്ടുണ്ട്. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണിനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്തിക്കാം. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണിനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത്. കണ്ണാ 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 തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത്. നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് പാകമായിട്ടുണ്ട്. നല്ല കീരികീരായിരിക്കുകയാണ്. ഒരിക്കലും ഇത് വെന്തു പോകാൻ ആരും നോക്കരുത്. ഇതിപ്പോൾ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ, നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഭംഗി കണ്ടോ? സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി സെറ്റ് അല്ലേ? ഓ, എന്ത് നല്ല മണം! ഇതിൻ്റെ ടേസ്റ്റും ഇത് പരുവമാകാനും ഇത് എല്ലാം വെളുത്തുള്ളി അച്ചാറ് സെറ്റായി വരാനായിട്ട് ഒരാഴ്ച പിടിക്കും. വെയിറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇത് കിരികിരായിരിക്കുന്ന സാധനമാണ്. ഇത് വേകാൻ പാടില്ല. ചൂടുവെള്ളത്തിലിടുമ്പോഴും വേകാൻ പാടില്ല. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എല്ലാം പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടുത്തെടുത്തേയും പറഞ്ഞിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് അതിൽ ഇടുമ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇടാനുള്ളത്. ഉപ്പും മഞ്ഞളും ഇട്ട് വേണം വെളുത്തുള്ളി അതിലേക്ക് ഇടാനുള്ളത്. അത് ഒരു 5 മിനിറ്റ്, 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അത് കഴിയുമ്പോൾ അപ്പോഴത്തന്നെ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. ഇത് ഒരു കാരണവശാലും അച്ചാർ ഇടുമ്പോഴോ തിളച്ച വെള്ളത്തിലിടുമ്പോഴോ വെളുത്തുള്ളി വേകാൻ പാടില്ല. ഈ വെളുത്തുള്ളി കിരികിര നന്നായി ഇരിക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയും വേണം. ഒരിക്കലും ഇത് വെന്തഴുകി പോകത്തില്ല. ഇരുന്ന് അത് പഴവും തോറും ഇത് ഉടഞ്ഞ് പോകത്തുമില്ല. എപ്പോഴും അത് കിരികിര തന്നെ ഇരിക്കും. അതുപോലെ നല്ല ഒരു നിറവുമാണ്. നല്ല സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നോക്കാം. വലിയ പീസുകളാണ് എല്ലാം വരുന്നത്.
ഇത് സെറ്റാകുന്നത് അടിപൊളി സൂപ്പർ ആകുന്നതെന്ന് പറയും. ഒരാഴ്ച ഇത് എടുക്കാതെ കുപ്പിക്കകത്ത് ഭരണിയിലോ ആക്കി റെഡിയാക്കി അരങ്ങാതെ വെച്ചിരിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ അത് പറയാൻ പറ്റത്തില്ല. എനിക്ക് ജീവനാണിത്. കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടേ? ബാ, നല്ല ചൂട്, കീരികിരായിരിക്കുന്നു. അടിപൊളി സൂപ്പർ സാധനം. എല്ലാവരും ഇതുപോലെ തന്നെ ഇടണം. അത് വെളുത്തുള്ളി പൊളിക്കാനായിട്ട് ഇത് വലിയ വെളുത്തുള്ളി കൊണ്ട് അധികം സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല. എപ്പോഴും വാങ്ങുമ്പോൾ വലിയ വെളുത്തുള്ളി തന്നെ എടുക്കണം. അച്ചാറിനായിട്ട് അടിപൊളി സെറ്റായിട്ടുണ്ട്. സൂപ്പർ വെളുത്തുള്ളി അച്ചാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ പരീക്ഷിക്കുകയല്ല, അത് ഉണ്ടാക്കി കഴിക്കുക. ഗൾഫിൽ നിൽക്കുന്ന ചേട്ടന്മാർക്കൊക്കെ മക്കളായാലും ചേട്ടന്മാരായാലും അച്ഛനായാലും ആര് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഇതിട്ട് കൊടുത്തു വിടുക. ഇത് നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം ഇത് നാളെ രാവിലെ ഇതിനെടുത്ത് നല്ല ഉണക്ക ഭരണിയിലോ പ്ലാസ്റ്റിക്കിലിടരുത്, നല്ല കുപ്പിയിലോ ആക്കി അത് ഭദ്രമാക്കി കയറാതെ വെക്കുക. വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതിനെ തുറന്ന് നോക്കുക. തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു മണം അങ്ങ് അടിക്കും. അപ്പോഴേ നമുക്ക് തോന്നുന്നു ഇതങ്ങ് കഴിക്കണമെന്നുള്ള. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. അതുപോലെ എല്ലാവരും ഇത് ചെയ്യുക. അവിടെ എനിക്ക് വേണ്ടത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വരിക. സമയം ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.